ആട് 3 സിനിമയുടെ ഓപ്പണിംഗ് ദിവസത്തെ മിഡിൽ ഈസ്റ്റ് കളക്ഷൻ എത്രയാണെന്ന് നോക്കാം. മിഡിൽ ഈസ്റ്റിൽ നിന്ന് സിനിമ 7,72,00,000 രൂപയാണ് ആദ്യ ദിനം നേടിയത്. ആദ്യ ദിവസം കേരളത്തിൽ 5,90,00,000 രൂപയാണ് ആട് 3 സിനിമയുടെ കളക്ഷൻ. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും 1 കോടി. അങ്ങനെ ഓപ്പണിംഗ് ഡേയിൽ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് 18 കോടിയോളം രൂപയാണ് സിനിമ കളക്ഷൻ നേടിയത്. വേൾഡ് വൈഡിൽ നിന്നും ഏറ്റവും വലിയ ഓപ്പണിംഗ് കളക്ഷൻ നേടിയ സിനിമകളിൽ 5ാം സ്ഥാനവും ആട് 3 സിനിമ നേടിയിട്ടുണ്ട്. ദുരന്തർ സിനിമയുടെ പ്രീമിയർ നെറ്റ് കളക്ഷൻ 39 കോടി രൂപയാണ്. അതുപോലെ ആദ്യ ദിവസത്തെ ടോട്ടൽ പ്രീമിയർ കളക്ഷൻ 112 കോടി രൂപയാണ് നെറ്റിൽ നിന്നും കിട്ടിയത്. സിനിമയുടെ ഓപ്പണിംഗ് ദിവസത്തെ ഡൊമസ്റ്റിക് ഗ്രോസ് കളക്ഷൻ 139 കോടി രൂപയാണ്. ഓവർസീസിൽ നിന്നും 51 കോടി 31 ലക്ഷം. അങ്ങനെ ആദ്യ ദിവസത്തെ സിനിമയുടെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 190 കോടി 31 ലക്ഷമാണ്. ആദ്യ ദിവസത്തെ സിനിമയുടെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 190 കോടി 31 ലക്ഷമാണ്. ഖാലിദ് റഹ്മാൻ മമ്മൂക്ക സിനിമ ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. മട്ടാഞ്ചേരി മാഫിയ എന്നാണ് സിനിമയ്ക്ക് പേരിട്ടിരിക്കുന്നത്. അതുപോലെ മമ്മൂക്കയോടൊപ്പം ഈ ഒരു സിനിമയിൽ ആസിഫ് അലിയും നെസ്ലിനും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. നിയോ കൃഷ്ണ, ഷർഫു, സുഹാസ് എന്നിവർ ചേർന്നാണ് ഈ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതുന്നത്. സിനിമയുടെ മ്യൂസിക് റെക്സ് വിജയും അതുപോലെ BGM സുഷിൻ ശ്യാമുമാണ്. DOP ജിംഷി ഖാലിദ്, എഡിറ്റർ നൗഫൽ അബ്ദുള്ള, കോസ്റ്റ്യൂം മഷർ ഹംസയാണ്. മമ്മൂക്കയുടെ CBA 6 സിനിമ കൺഫേം ആയിട്ടുണ്ട്. അതുപോലെ പുതിയ ടീമായിരിക്കും ഈ ഒരു സിനിമയിൽ അണിനിരക്കുന്നത്. എന്തായാലും സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ ഉടനെ തന്നെ പുറത്തു വരും. ജനനായകൻ സിനിമയുടെ റിലീസ് ഇനി മെയ്യിലോ ജൂണിലോ ആയിരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്.